വൻകുറ്റങ്ങളിൽ സർവ്വസാധാരണയുള്ള വൻകുറ്റം പറയട്ടെ. കാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് വൻകുറ്റമാണ്. കള്ള് കുടിച്ചതിനോട് സമമാണ്, വ്യഭിചരിച്ചതിനോട് സമമാണ്, പലിശ തിന്നുന്നതിനോട് സമമാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനോട് സമമാണ്. ഏതാണ് കാരണമില്ലാതെ എന്ന് പറയുമ്പോഴുള്ള കാരണം? രണ്ട് കാരണമേ കാരണമായി കൂട്ടൂ. ആ രണ്ട് കാരണങ്ങളെ കൊണ്ട് സമയത്ത് തൊട്ട് പിന്തിയാൽ നിസ്കരിച്ച് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ മതി, അള്ളാഹ് ശിക്ഷിക്കൂല. അതിലൊന്ന് ഉറക്കമാണ്, അനിയന്ത്രിതമായ ഉറക്കം. എന്നും മൂക്കറ്റം തിന്നിട്ട് രാവിലെ 7 മണി 8 മണിക്ക് എണീക്കുന്ന ആളെ പറ്റിയല്ല. അത് അനിയന്ത്രിതമായ ഉറക്കമല്ല, അത് നിയന്ത്രണ വിധേയമാണ്. അത് വീട്ടുകാര് മൊത്തം ഉറങ്ങുന്നത് കൊണ്ട്, മക്കളും പേരക്കുട്ടികളും മരുമക്കളും മൊത്തം ഉറങ്ങുന്ന വീടില്ലേ, ആ വീട്ടിലെ അദാബിന് എളുപ്പമാണ്, ഫിത്നക്ക് എളുപ്പമാണ്, പരീക്ഷണങ്ങൾ കൂലം കുത്തി വരുന്നതാണ്. ബറക്കത്ത് തൊട്ട് തീണ്ടൂല. അത്തരക്കാര് ജീവിച്ച വീട് വിൽപ്പനക്ക് വെച്ചാല് അത് വാങ്ങിപ്പോകരുതേ മുസ്ലിമേ. നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ വീട് താമസിക്കാൻ കൊള്ളൂല. നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ വീട് അതേ ഒരു നന്മക്കും കൊള്ളുന്ന വീടല്ല, ഒരു സ്ഥാപനം പോലും ആക്കാൻ പറ്റൂല. കാരണം പരിശുദ്ധി അത്ര കുറവാണ്. ഒന്ന് ഉറക്കം, മറ്റൊന്ന് മറതി. പ്രായം കൂടുമ്പോ മറതി വരും, സന്തോഷം കൊണ്ടും മറതി വരും, ദുഃഖം കൊണ്ടും മറതി വരും. ഇത് രണ്ടും അല്ലാതെ ഒരു കാരണവും. മറന്നുപോയൊരു ദിവസം നിസ്കാരം നിസ്കരിച്ചാൽ മതി, അള്ളാഹു തആല ശിക്ഷിക്കൂല. എന്നും സുബൈക്ക് എണീക്കുന്ന ആളാണ്, ഭാര്യ പോയി വിളിച്ചിട്ടുണ്ട്, അയാൾ പതിവ് പോലെ എണീറ്റിരുന്നു. അപ്പൊ ഭാര്യ വിചാരിച്ചു എന്നും ഇങ്ങനെ എണീക്കലെന്നല്ലേ, ഇന്നും എണീറ്റോളും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ചായ എന്തൊക്കെ റെഡിയാക്കി വന്നു നോക്കുമ്പോ 7:30 വീണ്ടും ഉറങ്ങുന്നതാ കണ്ടത്. അപ്പൊ വിളിച്ചു നോക്കുമ്പോ സമയം 7:30. അള്ളാഹ് 7:30 നിങ്ങൾ സുബഹി നിസ്കരിച്ചില്ലേ, എന്നെ നിങ്ങൾ വിളിച്ചോ? ഞങ്ങൾ വിളിച്ചല്ലോ. അടച്ചോനെ, ഞാൻ എന്റെ സുബഹി പോയാൽ വല്ലാത്ത വിഷമം. എന്നും 8 മണിക്ക് എണീക്കണോ, എന്ത് വിഷമ. ഓൻക്കെന്തോ അലക്കേ. ഓന് ഹിമാറിനെ പോലെ പോത്തിനെ പോലെ ഡീസന്റിലല്ലേ ഈ ഭൂമിയിൽ നടക്കുന്നത്. ഒരു സെക്കൻഡ് അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ നടക്കാൻ ഹയായില്ലല്ലോ മനുഷ്യന്. സുബഹി നിസ്കരിക്കാൻ നിസ്കാരം കളാക്കിയിട്ട് എത്ര വലിയ മോശപ്പെട്ടവനാണവൻ. ഈ നാട്ടിലെ വൻകുറ്റങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണവൻ. നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് നിന്റെ ജോലി കാരണമല്ല, നിന്റെ പഠനം കാരണമല്ല, ഭാര്യയുടെ പ്രസവം കാരണമല്ല, കുട്ടി ജനിക്കുന്നത് കാരണമല്ല, നിന്റെ ഉപ്പാന്റെ മരണം കാരണമല്ല, നീ സൽക്കാരത്തിന് പോകുന്നത് കാരണമല്ല, നിന്റെ യാത്ര കാരണമല്ല, യുദ്ധം പോലും നിസ്കാരം പിന്തിക്കുന്നതിന് കാരണമല്ലല്ലോ. യുദ്ധത്തിന് പോകുന്ന സഹാബത്ത് ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ നോമ്പ് നോറ്റിട്ട് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോ പുന്നാര നിബിധങ്ങൾ മുറിക്കാൻ പറഞ്ഞില്ലേ? അതേ സഹാബത്തിനെ ബദർ രണാങ്കണത്തില് മരുഭൂമിയുടെ മരുപ്പറമ്പിൽ കിടന്നുറങ്ങിയവരെ രാത്രി 1 മിനിറ്റ് പോലും ഉറങ്ങാത്ത നേതാവ് സുബഹിന്റെ നേരമായപ്പോ വിളിച്ചുണർത്തിയില്ലയോ? പട്ടിണി കിടന്ന സ്വഹാബ എണീറ്റ് നിസ്കരിച്ചില്ലേ? ഓ മുസ്ലിങ്ങളെ, നാണമില്ലയോ? മറ്റുള്ള ആളുകൾ ഇവനൊരു മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നത്, ഒരു മുസ്ലിമാണെങ്കിൽ നിസ്കരിക്കണമെന്ന് വിവരമില്ലാത്ത ഒരു അമുസ്ലിം സഹോദരൻ നാട്ടിലുണ്ടോ? ഒരു ഹൈന്ദവനുണ്ടോ? ഒരു ക്രൈസ്തവനുണ്ടോ? ഒരു ബുദ്ധമതക്കാരനുണ്ടോ? ഒരു ജൈനമതക്കാരനുണ്ടോ? എല്ലാ മതക്കാർക്കും ഒരുപോലെ അറിവുള്ളതല്ലേ? മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, 5 വക്ത് അവർക്ക് നിർബന്ധമാണ്. അതറിയാത്തൊരു മനുഷ്യൻ നാട്ടിലില്ലല്ലോ. നിസ്കാരം പെരടിയിൽ ബാക്കി വെച്ചിട്ട്, നിസ്കാരം പെരടിയിൽ കോടിക്കണക്കിന് വെച്ചിട്ട്, ആയിരക്കണക്കിനും നൂറുകണക്കിനും വെച്ചിട്ട് മരിക്കുമ്പോ തഹ്ലീൽ ചൊല്ലിയിട്ട് മാപ്പാകുമെന്ന് കരുതിയിരിക്കണ്ട. മക്കള് നിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വതക്ക കൊടുത്താലും നിസ്കാരം അല്ല പൊറുക്കൂല. 70,000 തഹ്ലീൽ ഓരോ മക്കളും ചൊല്ലിയാലും, ഓരോ മക്കളും
വീതം ഖുർആനിന്റെ ഖത്മ് ഓതിയാലും ഏത് ശറഫാക്കപ്പെട്ട ആളുകൾ ജനാസ നിസ്കരിച്ചാലും നിന്റെ പെരടിയിലുള്ള ഖളാഇന്റെ നിസ്കാരം അല്ലാഹ് വിട്ടു തരൂല. അതുകൊണ്ട് അതങ്ങനെ പെരടിയിൽ വെക്കണ്ട, സമയബന്ധിതമായി വീട്ടിക്കോ. വൻകുറ്റമാണ് കേട്ടോ. തൗബയില്ലാതെ നിസ്കരിച്ചാലും അല്ലാഹ് പൊറുക്കൂല. മറ്റു നഗരങ്ങളിൽ പോയി പഠനം നടത്തുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങളേത് ഡിഗ്രിയുടെ ഡിഗ്രി പഠിക്കാൻ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഒറ്റ നിബന്ധനയേ ഉള്ളൂ, നിസ്കാരം ഖളാ ആക്കിയിട്ടൊരു പഠനമില്ല കേട്ടോ. ദർസിലോതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, സ്കൂളിലും മദ്രസിലും പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, വനിതകളോട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചോദിക്കുന്നില്ലേ, വലിമത്തഅല്ലുമു ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബിഹി അസ്റാജ് ഹലാ. 27 ഇരട്ടി പ്രതിഫലമുള്ള ജമാഅത്ത് എന്ന് പറയുന്ന ലാഭം, ആ ലാഭം ഒഴിവാക്കിയിട്ട് നീ എന്തിനാ പഠിക്കുന്നത്? നീ എന്തിനാ പഠനം നടത്തുന്നത്? നിന്റെ പഠനം ആർക്ക് വേണ്ടിയാ? അതുകൊണ്ട് വൻകുറ്റങ്ങൾ ജീവിതത്തിൽ വരണ്ട, മാതാപിതാക്കളെ തള്ളിക്കളയണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, മുതഅല്ലിമീങ്ങളെ ഗീബത്ത് പറയണ്ട. ഗീബത്ത് കടുപ്പമുള്ള വൻകുറ്റമാണ് കേട്ടോ. വ്യഭിചാരത്തെക്കാളും കടുപ്പമുള്ള ദോഷമാണ് ഗീബത്ത്. കാരണം എന്റെ ഗീബത്ത് പറഞ്ഞവൻ നേർക്ക് നേരെ ഖാലിസായ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും പറയപ്പെട്ട ആള് പൊരുത്തപ്പെട്ട് തരുന്നത് വരെ അല്ലാഹ്